ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ വേൾഡ്. എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഓണം അടുക്കുമ്പോൾ നേരത്തെ തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പുളിയിഞ്ചി. നമുക്ക് ഈ ഓണം വരവേൽക്കാൻ ഒരു കിടിലൻ പുളിയിഞ്ചിയുടെ റെസിപ്പി കാണാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ ഇഞ്ചിയാണ്. ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ 100 ഗ്രാം മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന മറ്റ് രാജ്യങ്ങളുടെ ഇഞ്ചി നമ്മളുടെ ഈ പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വാങ്ങിക്കുമ്പോൾ പുളിയിഞ്ചിക്കായിട്ടാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് നാടൻ ഇഞ്ചി തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കുക. ഇഞ്ചി കനം കുറച്ച് വട്ടത്തിൽ നമ്മൾക്ക് അരിഞ്ഞു വെക്കാം. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഇഞ്ചി വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇഞ്ചി വറക്കുന്നതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊന്നും എടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ ഇതിനെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ സമയത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഞ്ചി നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ കനത്തിൽ തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ വറക്കുന്ന സമയത്ത് ഫ്ലെയിം നമ്മൾ കൂട്ടിയും കുറച്ചും കൊടുക്കാതെ ഒന്നില്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ടെമ്പറേച്ചർ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, അല്ലാതെ പെട്ടെന്ന് കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇഞ്ചി വറക്കുന്നതിന് പകരം കരിഞ്ഞു പോകാനായിരിക്കും കൂടുതൽ ചാൻസ്. ഇഞ്ചി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. വറുത്ത് കോരിയതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചി കൂടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറാനായിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ അതിനെ ഒന്നും കൂടെ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളുടെ വാളംപുളി പിഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളം അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് പുളിയിഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് തിളക്കുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് മധുരത്തിനായിട്ട് നമ്മൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കര പാനിയാണ്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ ഏറ്റവും നല്ലത് ശർക്കര തന്നെ ചേർക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ ചീകിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ശർക്കര, അതല്ലാന്നുണ്ടെങ്കിൽ പാനിയാക്കിയിട്ട് ചേർത്താലും മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം എണ്ണ തെളിയുന്നത് വരെ നമ്മൾക്കിത് വറ്റിച്ചെടുക്കണം. പുളിയിഞ്ചി ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നന്നായിട്ട് കുറുകിയിട്ടുമുണ്ട്. അതുകൂടാതെ എണ്ണയും നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിലാക്കിയിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും കുറച്ച് ദിവസം നമ്മൾക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഓണസദ്യയിൽ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളിക്ക് പ്രത്യേക സ്ഥാനം ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഭവം ഇല്ലെങ്കിൽ നമ്മളുടെ സദ്യ പൂർണ്ണമാവില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.